ബോയിങ് കമ്പനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ആക്സിഡൻറ്റ് നടന്നത് ഒരു തേർഡ് റീസൺ, അതായത് കമ്പനിയുടെ പ്രശ്നമല്ല, എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നമല്ല എന്ന് കാണിച്ചാൽ മാത്രമേ മതിയാവുള്ളൂ. അതിനുവേണ്ടി അവർ പണം വാരിക്കോരി എറിയും. ക്യാപ്റ്റൻ ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യണമെങ്കിൽ ലോകത്ത് ആര് വിചാരിച്ചാലും പറ്റില്ല, പിന്നെ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം വെറുതെ ആ എയർക്രാഫ്റ്റിനെ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഇഞ്ചിനും ഇതും കട്ട് ഓഫ് ചെയ്യുന്നൊന്നും കാര്യമില്ല. ആ കൺട്രോൾ കോളം പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് നേരെ തലകുത്തന്നെ മറിഞ്ഞ് അവിടെ താഴെ വീഴും. അത് കഴിഞ്ഞ് 20ഓളം വർഷങ്ങൾ കഴിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന 10,800 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പിന്നെ മാനസിക രോഗമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈ 15 പേജിൻ്റെ റിപ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ഔദ്യോഗികമായി ഒരൊറ്റ ആൾ പോലും ഈ ലെറ്റർ സൈൻ ചെയ്തിട്ടില്ല. ഒരു 5 പേരുണ്ട്. ഈ 5 പേരുടെ ഈ അവർ എന്ത് ക്വാളിഫിക്കേഷൻ ബേസ്ഡാണ് അവർ ഈ ഒരു പിന്നെ ബോർഡ് ഓഫ് എൻക്വയറി നടത്താൻ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്നുള്ളത് നമുക്കറിയണം. അത് പറഞ്ഞിട്ടില്ല. അഹമ്മദാബാദ് വിമാനാപകടം സംബന്ധിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക റിപ്പോർട്ട് വരുന്നതോടെ ഊഹാപോഹങ്ങൾക്ക് അന്ത്യമാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എങ്കിലും സംഭവിച്ചത് മറിച്ചാണ്. കൂടുതൽ ഊഹാപോഹങ്ങൾക്ക് വഴിവെക്കുന്നതാണ് റിപ്പോർട്ടിലെ പല നിരീക്ഷണങ്ങളും. വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന സ്വിച്ചുകൾ ഓഫായിരുന്നുവെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ വിവിധ തരത്തിലുള്ള ഊഹാപോഹങ്ങൾക്ക് വഴി തുറന്നിരുന്നു. മാനുഷിക ഇടപെടൽ കൊണ്ട് മാത്രമേ ഇന്ധന സ്വിച്ചുകളിൽ മാറ്റം വരുത്താനാകൂ എന്ന വിദഗ്ധാഭിപ്രായത്തിന് പിന്നാലെ പൈലറ്റുമാർക്കെതിരെയും വിവിധ ആരോപണങ്ങൾ വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് എന്ന് അവരുടെ സംഘടനകളും ആരോപിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ഇന്ന് പ്രതികരിക്കുന്നത് വ്യോമയാന വിദഗ്ധൻ ക്യാപ്റ്റൻ ദിലീപ് ദസ്മണ്ട് സാറാണ്. സാർ, സ്വാഗതം. നമസ്കാരം സാർ. ആദ്യം തന്നെ ഈ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ചോദ്യങ്ങൾ ബാക്കിയാകുകയല്ലേ? കാരണം വിമാനം പറന്നുയർന്ന് വെറും 3 സെക്കൻഡിനുള്ളിൽ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫായതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക നിഗമനം. ഈ റിപ്പോർട്ടിന്റെ ആധികാരികതയെ പറ്റി ഇപ്പോഴും ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ നടക്കുകയാണ്. സാർ, ഈ റിപ്പോർട്ട് പൂർണ്ണമായും കണ്ടതാണല്ലോ. എങ്ങനെയാണ് ആദ്യഘട്ടത്തിൽ ഈ റിപ്പോർട്ടിനെ വിലയിരുത്തുന്നത്? ബോർഡ് ഓഫ് എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു 15 പേജ് റിപ്പോർട്ടാണ്. അതെൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഫുൾ പ്രിന്റഡ് റിപ്പോർട്ട്. ഓക്കെ, അപ്പം ഈ 15 പേജിൻ്റെ റിപ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതിൽ ഔദ്യോഗികമായി ഒരൊറ്റ ആൾ പോലും ഈ ലെറ്റർ സൈൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ ലെറ്ററാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമായിട്ടുള്ള ആൾക്കാർ ഒന്നുകിൽ ഈ ബോർഡ് ഓഫ് എൻക്വയറിയുടെ പ്രസിഡന്റ്, അല്ലെങ്കിൽ പിന്നെ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രസിഡന്റ്, ഡയറക്ടർ, ആരെങ്കിലും ഇത് ഉത്തരവാദിത്തം എടുത്ത് സൈൻ ചെയ്യണം. നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴത്തേക്ക് അത് ആരാണ് റിപ്പോർട്ട്, സത്യാവസ്ഥ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഈ ലെറ്റർ സൈൻ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഇത് എല്ലാവരും ഒത്തുചേർന്നൊരു ഡിസിഷൻ ഉള്ളതെന്ന് നമുക്കറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് 5 പേരുടെ പേരുകൾ പറയുന്നുണ്ട്. പക്ഷേ ഈ 5 പേരും ആരൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഒന്നും പറയുന്നില്ല. അതുപോലെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ ബോർഡിൽ സ്പെഷ്യൽ ആയിട്ട് പൈലറ്റ്സ്, എൻജിനീയേഴ്സിനെയൊക്കെ എല്ലാം ചേർത്തിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ പൈലറ്റ്സ് ആരൊക്കെയാണ്, ഈ എൻജിനീയേഴ്സ് ആരൊക്കെയാണ്, അത് പറയുന്നത് സബ്ജക്റ്റ് മാറ്റർ എക്സ്പേർട്സ്, SMEs. ഈ പൈലറ്റ്സ് ആരൊക്കെയാണ്, ഈ എൻജിനീയേഴ്സ് ആരൊക്കെയാണ്, അവർ ഈ ഒരു ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടി ക്വാളിഫൈഡ് ആണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരുന്നു. അവരുടെ പേരറിഞ്ഞാൽ മാത്രമേ അവർ ക്വാളിഫൈഡ് ആണോ ഇല്ലെന്ന് അറിയുള്ളൂ. ഈ എയർക്രാഫ്റ്റിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഒന്നുകിൽ ബോയിങ് 787 ക്വാളിഫൈഡ് അല്ലെങ്കിൽ ബോയിങ് 777 ക്വാളിഫൈഡ് പൈലറ്റ്സ് ആയിരിക്കണം. അതല്ലാതെ ഒരു പൈലറ്റും ഈ ബോർഡ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ചെയ്യാൻ ക്വാളിഫൈഡ് അല്ല. രണ്ടാമത് എൻജിനീയേഴ്സ്. ഈ എയർക്രാഫ്റ്റിൽ എൻജിനീയേഴ്സിൻ്റെ ലൈസൻസ് ഉണ്ടോ, ഈ എയർക്രാഫ്റ്റ് സർവീസ് ചെയ്യാനും ഉള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ അവരും ക്വാളിഫൈഡ് അല്ല. പിന്നെ ബാക്കി പറയുന്ന 5 പേരുടെ പേര് പറയുന്നത് എനിക്ക് തോന്നുന്നു അവർ മിനിസ്ട്രി ഓഫ് പിന്നെ ഏവിയേഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ബോർഡിൽ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബോർഡിൽ അല്ലെങ്കിൽ DGCAയിലുള്ള ഒഫീഷ്യൽസ് ആയിരിക്കാം.
അവരൊന്നും പൈലറ്റ്സോ എഞ്ചിനീയർമാരോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അവരുടെ ക്വാളിഫിക്കേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്കതറിയാൻ പറ്റുള്ളൂ. അപ്പം ഈ ബോർഡ് എൻ്റെ മെമ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസിൽ തന്നെ നമുക്ക് ദുരൂഹത ഉണ്ടെന്ന് നമുക്ക് തോന്നാം. രണ്ടാമത്, എന്തുകൊണ്ട് ഈ റിപ്പോർട്ടിൽ ആരും സൈൻ ചെയ്തിട്ടില്ല? കാരണം ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആണ്. നാളെ ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ചോദിക്കും, നിങ്ങൾ എന്ത് ബേസിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി? അപ്പോൾ അവർ പറയും, ഞങ്ങളുണ്ടാക്കിയില്ല, ഞങ്ങളെ ആരെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടോ ഇതിനകത്ത്? അപ്പം ഇതൊരു കവറപ്പ് ആയിട്ട് മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട് പുറത്തു വന്നതോടെ നിരവധി സംശയങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല എന്ന അവസ്ഥയുണ്ടോ? വാസ്തവത്തിൽ ആരൊക്കെയാണ് ഈ ബോർഡ് ഓഫ് എൻക്വയറീസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 5 പേരുണ്ട്. ഈ 5 പേരുടെ ഈ അവർ എന്ത് ക്വാളിഫിക്കേഷൻ ബേസ്ഡാണ് അവർ ഈ ഒരു ബോർഡ് ഓഫ് എൻക്വയറി നടത്താൻ അവർക്ക് ക്വാളിഫിക്കേഷൻ ഉള്ളതെന്നുള്ളത് നമുക്കറിയണം. അത് പറഞ്ഞിട്ടില്ല. പൈലറ്റ്സും എഞ്ചിനീയേഴ്സും ഏവിയേഷൻ സൈക്കോളജിസ്റ്റ്, ഫ്ലൈറ്റ് റെക്കോർഡർ സ്പെഷ്യലിസ്റ്റ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ ആരൊക്കെയാണ് ഇവർ? അവരുടെ പേരറിഞ്ഞാൽ മാത്രമേ അവർ ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണത്തിന് പറയാം. ഡൽഹി ഫ്ലൈയിങ് ക്ലബിൻ്റെ ഒരു ഡയറക്ടർ, അദ്ദേഹം ജീവിതകാലം മുഴുവൻ സെസ്ന 152 ഫ്ലൈ ചെയ്തൊരു പൈലറ്റാണ്. അദ്ദേഹം പൈലറ്റാണ്. അദ്ദേഹമാണ് ഈ ബോർഡ് ഓഫ് എൻക്വയറിയിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ബേസിസിൽ 787 എയർക്രാഫ്റ്റിനെ കുറിച്ച് ഒരു എൻക്വയറി കണ്ടക്ട് ചെയ്യാൻ ഉള്ള കഴിവ് അദ്ദേഹത്തിന് കാണില്ല. കാരണം അദ്ദേഹം ഫ്ലൈ ആയിട്ടുള്ള സെസ്ന 152 എയർക്രാഫ്റ്റ് മാത്രമേ ട്രെയിനിങ് ചെയ്യുന്ന. സെസ്ന 152 എന്ന ചെറിയൊരു എയർക്രാഫ്റ്റ് മാത്രമായിരിക്കും. അപ്പം ക്വാളിഫൈഡ് ഉള്ള ആൾക്കാർ ഈ ബോർഡ് ഓഫ് എൻക്വയറിയിൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ മാത്രം അറിഞ്ഞാൽ മാത്രമേ പറ്റുകയുള്ളൂ. അതേപോലെ അവരുടെ എല്ലാവരുടെയും സിഗ്നേച്ചർ വേണം ഒരു റിപ്പോർട്ട് വരുമ്പോഴത്തേക്ക്. എന്നാൽ മാത്രമേ ഇതെല്ലാവരും കൂടി എടുത്ത് തീരുമാനിച്ച ഒരു റിപ്പോർട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഈ പുറത്തു വന്ന പൈലറ്റുമാരുടെ സംഭാഷണത്തിൽ എന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫ് ചെയ്തത് എന്ന് ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്. താനല്ല ഓഫ് ചെയ്തത് എന്ന് അയാൾ മറുപടിയും പറയുന്നുണ്ട്. എന്നാൽ ഈ ചെറിയ സംഭാഷണത്തിന് മുൻപും പിൻപുമുള്ള പൈലറ്റുമാർക്കിടയിലുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുമില്ല. കോക്പിറ്റ് വോയിസ് റെക്കോർഡർ റെക്കോർഡിംഗ് പൂർണ്ണമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതായിട്ട് അറിവുമില്ല. അപ്പോൾ സാറിന്റെ അഭിപ്രായത്തിൽ ബോധപൂർവം ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത്? തീർച്ചയായിട്ടും. ഈ ബോർഡ് ഓഫ് എൻക്വയറി എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഷോർട്ട് ഫോമാണ് BOI. എൻ്റെ അഭിപ്രായത്തിൽ ഈ BOI ബോയിങ്സ് ഒറിജിനൽ ഇൻവെസ്റ്റിഗേഷൻ, അല്ലാതെ ഇന്ത്യയിൽ നടന്നൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. അതിന് പല കാരണങ്ങളുമുണ്ട് അത് പറയാൻ വേണ്ടി. കാരണം ഈ റിപ്പോർട്ട് വെളിയിലിറങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പേ അമേരിക്കയിൽ വാൾ സ്ട്രീറ്റ് ജേർണൽ എന്നുള്ള ഒരു പബ്ലിക്കേഷനിൽ ഇതേ റിപ്പോർട്ട് വന്നു. അതെങ്ങനെ വന്നു? ഒന്നുകിൽ ബോയിങ് കമ്പനിയിൽ നിന്ന് ആരെങ്കിലും ലീക്ക് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഇൻഫർമേഷൻ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ നിന്ന് ആരെങ്കിലും ഈ റിപ്പോർട്ട് ലീക്ക് ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഒഫീഷ്യലായിട്ട് ഇറങ്ങുന്നതിന് 48 മണിക്കൂർ മുമ്പേ ഇതേ റീസണും പറഞ്ഞ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച്, പൈലറ്റ് ഇൻവോൾവ്മെൻറ്റ് എന്നെല്ലാം പറഞ്ഞൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. അതെങ്ങനെ സാധിച്ചു? അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് ബോയിങ്ങിൻ്റെ റിപ്പോർട്ട് ബോയിങ് തയ്യാറാക്കി ഈ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇട്ടുകൊടുത്തു. അതേപോലെ അവർ ഈ റിപ്പോർട്ട് തയ്യാറാക്കി ലാസ്റ്റ് മൂമെൻറ്റിൽ എടുത്ത് പുറത്ത് വിട്ടു. പക്ഷേ ഒരു ആളുടെ പോലും സിഗ്നേച്ചറില്ല. കാരണം അത് അവർക്കറിയാം, അവർ സിഗ്നേച്ചർ ഇട്ട് അവരെല്ലാവരും വലയിലാവും എന്നുള്ളത്. സർ, ഈ റിപ്പോർട്ടിൽ പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ, അനുവദനീയമായ ഭാരം മാത്രമാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നത്. വിമാനത്തിൽ അപകടകരമായ വസ്തുക്കൾ ഒന്നും ഉണ്ടായിരുന്നില്ല. വിമാനത്തിന്റെ സഞ്ചാര വഴിയിൽ പക്ഷികളുടെ ശല്യം ഉണ്ടായിരുന്നില്ല. വിമാനത്തിന്റെ ഇന്ധനത്തിൽ മറ്റു വസ്തുക്കളൊന്നും കലർന്നിരുന്നില്ല എന്നൊക്കെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിങ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ ശരിക്കും നടക്കുന്നത്? എന്തുകൊണ്ടാണ് ബോയിങ് കമ്പനി ഇങ്ങനെ നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. ഈ ദിവസം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബോയിങ് കമ്പനിക്ക് 1000-ൽ കൂടുതൽ എയർക്രാഫ്റ്റിൻ്റെ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ 1000-ൽ കൂടുതൽ എയർക്രാഫ്റ്റ്സിൻ്റെ ഓർഡേഴ്സ് ഉള്ള ഒരു കമ്പനി, ഓരോ എയർക്രാഫ്റ്റിനും $300 മില്യൺ ആണ് വില. അപ്പോൾ $300 മില്യൺ ഉള്ള ഒരു എയർക്രാഫ്റ്റ് 1000 എയർക്രാഫ്റ്റിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ ഈ പെർട്ടിക്കുലർ ആക്സിഡൻറ്റ് കമ്പനി
ബോയിങ് എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നം വെച്ചിട്ടാണ് അത് നടന്നതെങ്കിൽ ഈ 1000-ൽ കൂടുതൽ ഉള്ള എയർക്രാഫ്റ്റിൻ്റെ ഓർഡേഴ്സ് കംപ്ലീറ്റ് ക്യാൻസൽ ആകും. കാരണം ഇതിനു മുമ്പേ ഇതേപോലെ ഒരു ഇൻസിഡൻറ്റ്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് പറഞ്ഞതാണ്, ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എയർക്രാഫ്റ്റിൻ്റെ 2 എഞ്ചിനും ഷട്ട് ഡൗൺ ആയിട്ടുള്ളൊരു കേസുണ്ട്. ആ ഷട്ട് ഡൗൺ ആയത് ANA, അതാണ് ജാപ്പനീസ് എയർലൈനാണ്. ANAയുടെ 2 എഞ്ചിനും അത് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഷട്ട് ഡൗൺ ആയി ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഈ പ്രശ്നവും അതുമായിട്ട് താരതമ്യപ്പെടുത്തി അതേ റീസൺ വെച്ചാണ് 2 എഞ്ചിനും ഷട്ട് ഡൗൺ ആയതെങ്കിൽ ബോയിങ് കമ്പനിയിൽ പിന്നെ ഉള്ള ഈ കംപ്ലീറ്റ് ഓർഡറും ക്യാൻസലാകും. ആരും പിന്നെ ബോയിങ് 787 എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യില്ല. അപ്പം ഇങ്ങനെ ഒരു 1000 ഓർഡേഴ്സ് പോയാൽ ബോയിങ് കമ്പനി പിന്നെ ഹിസ്റ്ററി ആയിട്ട് മാറും. പിന്നെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏത് ബേസിസിലും ഈ ആക്സിഡൻറ്റ് കമ്പനിയുടേതല്ല, എയർക്രാഫ്റ്റിൻ്റെതല്ല, വേറെ ആരുടെയെങ്കിലും തോളിൽ കുറ്റം ചുമത്തി അവർക്ക് രക്ഷപ്പെടണം. അതിനു വേണ്ടിയാണ് ഈ ഒരു റിപ്പോർട്ട് ഇങ്ങനെ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് ആയതാണ് അപകടത്തിന് കാരണമായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഫ്യൂവൽ സ്വിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ശരിക്കും ആരാണ് ഈ ഫ്യൂവൽ സ്വിച്ചുകൾ നിയന്ത്രിക്കുക? ഇത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്നൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? ഓക്കെ, ഫ്യൂവൽ സ്വിച്ച് എന്ന് പറയുന്നത്, ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഈ റിപ്പോർട്ടും കൂടെ നോക്കി പറയേണ്ടി വരും. ഈ റിപ്പോർട്ടിൻ്റെ 14ാമത്തെ പേജിൽ പറയുന്നുണ്ട്, ഞാൻ വായിച്ച് കേൾപ്പിക്കാം. The aircraft achieved the maximum recorded airspeed of 180 knots indicated airspeed IAS at about 080842 UTC, and immediately thereafter engine 1 and engine 2 fuel cutoff switches transitioned from run to cutoff position one after another with a time gap of 1 second. Now, ഈ ഒരു സെൻറ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റിപ്പോർട്ടിൽ. കാരണം അവർ പറയുന്നത് എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്തു, വിതിൻ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും എഞ്ചിൻ്റെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് ട്രാൻസിഷൻ, ഈ വേർഡ് ശ്രദ്ധിക്കണം, ട്രാൻസിഷൻ. ഇത് നമ്മുടെ ലാംഗ്വേജ് അല്ല, ഇത് അമേരിക്കൻ ലാംഗ്വേജ് ആണ്. ഇതെന്താണെന്ന് പറയാം. ഓക്കെ, എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് മാത്രമല്ല ഇതിനകത്ത് ഉള്ളത്. കാരണം എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചും പിന്നെ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ വാൽവും രണ്ടാണ്. നമ്മൾ ഈ എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പൈലറ്റ് കട്ട് ഓഫ് ചെയ്യുകയോ റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് എഞ്ചിൻ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഇസ് മൂവ്ഡ് ഫ്രം റൺ ടു കട്ട് ഓഫ്. ഓക്കെ, എഞ്ചിൻ ഫ്യൂവൽ സ്വിച്ച് നമ്മൾ ഒരു പിന്നെ പൈലറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ സ്വിച്ചാണ്. അതിന് ഇലക്ട്രോണിക് സെൻസേഴ്സ് ഉണ്ട്, അത് വേറെ കാര്യം. പക്ഷേ അത് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത് നമ്മൾ ട്രാൻസിഷൻ എന്ന് പറയത്തില്ല, അത് മൂവ്ഡ് എന്ന് പറയും, അല്ലെങ്കിൽ ആക്ച്വേറ്റഡ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തത് ഫ്യൂവൽ കൺട്രോൾ വാൽവ്. അപ്പോൾ ഈ സ്വിച്ച് നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് മറ്റേ പൊസിഷനിലാക്കുമ്പോഴത്തേക്ക് ഈ വാൽവ്, ഫ്യൂവൽ കൺട്രോൾ വാൽവാണ് ട്രാൻസിഷൻ ചെയ്യുന്നത്. ദ വാൽവ് വിൽ ഓപ്പൺ ഓർ ക്ലോസ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ആസ് ട്രാൻസിഷൻ. അപ്പം ഇതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഈ എൻക്വയറി നടത്തിയ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ല. അപ്പം ഇവർക്ക് ഈ റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ എന്താണ് ചെയ്യുന്നത്? ആ റിപ്പോർട്ട് അതുപോലെ സ്വീകരിച്ച് അത് നമ്മുടെ മുമ്പിലോട്ട് ഇടും. അപ്പം ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കാര്യം, എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം പൈലറ്റ്സിന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യാൻ മൂന്നാമത് 2 പൈലറ്റ്സ് അല്ലാതെ മൂന്നാമതൊരു പിന്നെ സിസ്റ്റം കൂടെ ഉണ്ട്. അതിനാണ് ഫെയ്ഡെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫെയ്ഡെക് എന്ന് പറയുന്നത് ഫ്യൂവൽ എഞ്ചിൻ്റെ ഒരു ബ്രെയിനാണ്. ഞാനിത് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ്റെ ബ്രെയിനാണ്. ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോൾ എന്ന് പഴയ എയർക്രാഫ്റ്റിൽ പറയും. ഈ ഇതിൽ ഫെയ്ഡെക് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് എഞ്ചിൻ കൺട്രോളും ഉൾപ്പെടെയുള്ള ഒരു കമ്പ്യൂട്ടർ സിസ്റ്റമാണ്.
അപ്പോൾ ഇതാണ് ഈ ഫ്യൂവൽ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം ഈ എയർക്രാഫ്റ്റിന് ഒരു ഡേഞ്ചർ വന്നു, അത് എഞ്ചിൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പിന്നെ കറ്റാസ്ട്രഫിക് ഒരു ഇൻസിഡൻ്റ് ആയിട്ട് മാറാമെന്ന് തോന്നുകയാണെങ്കിൽ ഈ 2 എഞ്ചിനും പിന്നെ ഈ ഫൈഡക്കിന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റും, പൈലറ്റിൻ്റെ അറിവില്ലാതെ. അപ്പം ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം പൈലറ്റ് അറിയാതെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള കഴിവ് ഈ ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റത്തിന് ഉണ്ട്. ഫാഡക് എന്ന് പറയുന്നത് ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ. അപ്പം ആ ഒരു ഇതിൽ ഈ എയർക്രാഫ്റ്റിൻ്റെ എഞ്ചിൻ സ്വിച്ച് ഓഫ് ചെയ്തത് ഫാഡക് ആണോ പൈലറ്റ് ആണോ എന്നുള്ള കാര്യത്തിലാണ് ഈ റിപ്പോർട്ടിൽ വരുന്ന സംശയം. പക്ഷേ ഇത് പൈലറ്റാണ് ചെയ്തത് എന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് അവർ കൊടുക്കുന്നത്. അതും എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു? കാരണം ഒരു ഫുൾ ഡീറ്റെയിൽസ് അവർ തരുന്നില്ല. ഓക്കെ, അവർ ഒരു ചെറിയൊരു കോൺവെർസേഷൻ, ഒരു സംഭാഷണം മാത്രം വെച്ചിട്ടാണ് അവർ അത് മാത്രം സെലക്റ്റീവായിട്ട് എടുത്ത് റിപ്പോർട്ടിൽ കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ ജനറൽ പബ്ലിക്കിന് ഒരു തോന്നലുണ്ടാകണം ഈ എയർക്രാഫ്റ്റ് ഇഞ്ചിൻ്റെയോ ബോയിങ് കമ്പനിയുടെയോ പ്രശ്നം വെച്ചല്ല നടന്നിട്ടുള്ളത്, വേറെ ഒരു തേർഡ് ആക്ഷൻ, തേർഡ് കോസ്, അതാണ് അതിൻ്റെ കറക്റ്റ് വേർഡ്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയുള്ളൊരു റിപ്പോർട്ടാണിത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫ്യൂൽ കൺട്രോൾ വാൽവ് പിന്നെ അടയും, ഫ്യൂൽ സ്പാർ വാൽവ് അടയും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് അത് ടെക്നിക്കൽ നോളജായിട്ട് ടെക്നിക്കൽ കാര്യങ്ങളായിട്ട് മാറും. ഓക്കെ, ബട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഈ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സർ, ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് പൈലറ്റ് മനഃപൂർവ്വം കട്ട് ഓഫ് ചെയ്തുവെന്ന അഭ്യൂഹമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പരക്കുന്നത്. സാറും ഒരുപക്ഷെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ആരോപണത്തോട് സാറിന് എന്താണ് പറയാനുള്ളത്? പൈലറ്റുമാർ അങ്ങനെ ചെയ്യുമോ? ഓക്കെ, തീർച്ചയായിട്ടും അതാണ് അവരുടെ പ്ലാൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് മുമ്പേ ഫ്യൂൽ പിന്നെ എഞ്ചിൻ്റെ ഫ്യൂല് പിന്നെ ഫാഡക് എന്ന് പറയുന്ന സിസ്റ്റം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു രണ്ടാമതൊരു ഇൻസിഡൻറ്റ് വന്നു, ഇത് പിന്നെ എഞ്ചിൻ്റെ ഫാഡക് ഇത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ ആരും ഈ എയർക്രാഫ്റ്റ് വാങ്ങിക്കത്തില്ല. അപ്പോൾ അതോടുകൂടി ബോയിങ് കമ്പനി അടച്ചു പൂട്ടും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഇത് പൈലറ്റിൻ്റെ തലയിലിടണം. അത് സാധാരണ ഏവിയേഷനിൽ എപ്പോഴും നടക്കുന്നതാണ്. ഞങ്ങൾക്ക് ഒരു ഏവിയേഷനിലൊരു പിന്നെ ഇംഗ്ലീഷിലൊരു സേയിങ് ഉണ്ട്, ഒരു ഇൻസിഡൻറ്റോ നടന്ന് കഴിയുകയാണെങ്കിൽ, ഇഫ് ദ പൈലറ്റ് ഇസ് അലൈവ് സ്ക്രൂ ഹിം ആൻഡ് ഇഫ് ദ പൈലറ്റ് ഇസ് ഡെഡ് ബ്ലെയിം ഹിം. ഇത് ഒരു ജനറൽ ഇതാണ്. ഏത് ഇൻസിഡൻറ്റ് നടന്നാലും എങ്ങനെയെങ്കിലും പൈലറ്റിൻ്റെ തലയിലിട്ട് കഴിയുകയാണെങ്കിൽ കാര്യം തീർന്നു, അതോടുകൂടി അവസാനിക്കും. അതാണ് ഈ പൈലറ്റ് കമ്മ്യൂണിറ്റി ഇതിന് എഗൻസ്റ്റായിട്ട് ഇപ്പം പല ചാനലിലും നിങ്ങൾ കേട്ട് കാണും, ഒരുപാട് കാര്യങ്ങൾ പൈലറ്റ് കമ്മ്യൂണിറ്റി വിളിച്ച് പറയുന്നു. കാരണം ഇത് തെറ്റാണ്, ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫായിട്ട് എല്ലാം കാണിക്കണം. അപ്പം ഒരു സെലക്റ്റീവ് ഇൻഫർമേഷൻ എടുത്ത് പിന്നെ എന്നിട്ട് അതും അവർ പറയുന്നില്ല പൈലറ്റാണ് ചെയ്തതെന്ന് പറയുന്നില്ല, പക്ഷേ അത് വായിക്കുന്നവർ അങ്ങനെ മനസ്സിലാക്കണം. അതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് why this report is false. എപ്പോഴൊക്കെയാണ് ഈ ഇന്ധന സ്വിച്ച് ഓഫ് ആക്കുന്നത്? ഓക്കെ, ഒരു സാധാരണ ഫ്ലൈറ്റിൽ 2 പ്രാവശ്യം മാത്രമേ ഇന്ധന സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്യുകയുള്ളൂ ഓർ ഓൺ ചെയ്യുകയുള്ളൂ. ഏറ്റവും ആദ്യത്തേത് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പം പൈലറ്റ്സ് ആ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് പിന്നെ കട്ട് ഓഫ് പൊസിഷനിൽ നിന്ന് റൺ പൊസിഷനിലോട്ടാക്കും. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിനകത്തൊരു മെക്കാനിക്കൽ സ്പ്രിംഗ് ലോഡഡ് ലോക്ക് ഉണ്ട്. കാരണം സാധാരണ രീതിയിൽ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് പിന്നെ ഇടുകയാണെങ്കിൽ അത് തിരിച്ച് വരികയോ റിട്ടേൺ ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ കൈ ഒന്ന് തട്ടി അത് തിരിച്ച് വരരുത്. അപ്പം അത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രൊസീജിയറുണ്ട്. നമ്മൾ ഈ സ്വിച്ച് കൈകൊണ്ട് ആദ്യം ഈ സ്പ്രിങ്ങിനെ വലിച്ച് പൊക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പൊസിഷനിൽ തന്നെ കൊണ്ടുപോയി അടുത്ത ഡിറ്റൻറ്റിലോട്ട് ഇടണം. എന്നിട്ടത് വിടണം. എന്നിട്ടത് സെറ്റിലായോ എന്ന് നമ്മൾ നോക്കണം. ഓക്കെ, തിരിച്ച് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്ത് തിരിച്ച് പിന്നെ ബേയിലെത്തുമ്പോഴത്തേക്ക് നമ്മൾ എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഈ സ്വിച്ച് അതേ പൊസിഷനിലെടുത്ത് താഴോട്ടാക്കി എഞ്ചിൻ ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ സെയിം പേജിൽ പറഞ്ഞിരിക്കുന്നത്,
വിതിൻ 1 സെക്കൻഡ് 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ചസും ഓഫാക്കി. അപ്പോൾ ഇത് ഒരു പൈലറ്റിന് ചെയ്യാൻ കഴിയില്ല 1 സെക്കൻഡിൽ. കാരണം ഒരു പൈലറ്റിൻ്റെ കൈ ആദ്യം ആ സ്വിച്ചിലോട്ട് പോകണം, അത് പൊക്കിയെടുക്കണം, അത് താഴോട്ടാക്കണം, ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് വീണോന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇതിൽ പോയി വീണ്ടും അതേ ഇത് റിപ്പീറ്റ് ചെയ്യണം. 1 സെക്കൻഡിന് അത് ഒരു പൈലറ്റിന് ചെയ്യാൻ പറ്റില്ല. അതാണ് ആ സിസ്റ്റം അങ്ങനെയാണ്. കാരണം ഞങ്ങളെല്ലാവരും അത് എപ്പോഴും ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാ ഫ്ലൈറ്റ് കഴിഞ്ഞാലും നമ്മൾ ചെയ്യുന്നതാണ്. ഇത് ഒരു സാധാരണ ഫ്ലൈറ്റിൽ. പക്ഷേ ഒരു എമർജൻസി ഉണ്ടാവും. ലെറ്റ്സ് സേ നമ്മൾ ടേക്ക് ഓഫ് ചെയ്തു, ഒരു എൻജിൻ ഫെയിലായി. ഓക്കെ, അപ്പോൾ ഒരു എൻജിൻ ഫെയിലായാൽ ഈ എയർക്രാഫ്റ്റ് പൊങ്ങി ഇപ്പം റൺവേയിൽ വെച്ചും ഞാനിത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഞാനത് ഫുൾ സീക്വൻസ് ഞാൻ പറയാം. ഒരു പിന്നെ ലെറ്റ്സ് അസ്യൂം അപ്പം ഈ എയർക്രാഫ്റ്റിൻ്റെ സംഭവം തന്നെ ഞാൻ പറയാം. ഈ എയർക്രാഫ്റ്റിനകത്ത് ആ ടേക്ക് ഓഫ് അന്ന് ചെയ്തിരുന്നത് പിന്നെ കോ പൈലറ്റാണ്, പൈലറ്റ് അല്ല. അപ്പം കോ പൈലറ്റ് ആദ്യം ടേക്ക് ഓഫിൻ്റെ പെർമിഷൻ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് കിട്ടിക്കഴിയുകയാണെങ്കിൽ ഒരു ടോഗ സ്വിച്ച് എന്ന് പറഞ്ഞൊരു സ്വിച്ച് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടോഗ സ്വിച്ച് പ്രസ് ചെയ്യും. ഈ ടോഗ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ത്രസ്റ്റ് ലിവേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ടേക്ക് ഓഫ് പൊസിഷൻ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേക്ക് ഓഫ് എത്ര പിന്നെ RPM ഇത് വേണമെന്നുള്ളത് അത് കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് ഈ ത്രസ്റ്റ് ലിവർ ഏറ്റവും മുമ്പിലോട്ട് പോകും. ആ ആക്ഷൻ കഴിയുകയാണെങ്കിൽ ഈ കോ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ കൈ രണ്ടും കൺട്രോൾ കോളത്തിലോട്ട് വയ്ക്കും. കാരണം അത് വെച്ചിട്ടാണ് ഫ്ലൈ ചെയ്യാനുള്ളത്. ഈ ത്രസ്റ്റ് ലിവർ കോ പൈലറ്റ് തൊടത്തില്ല. കാരണം ഒരു റിജക്ഷൻ ഓഫ് ടേക്ക് ഓഫ് വരികയാണെങ്കിൽ അത് പൈലറ്റാണ് ചെയ്യേണ്ടത്. അപ്പം പൈലറ്റ് നോൺ ഫ്ലൈയിങ് ആയിട്ടുള്ള പൈലറ്റ് മോണിറ്ററിങ് ആയിട്ടുള്ള ആക്ച്വൽ പൈലറ്റിൻ്റെ കൈ ഈ ത്രസ്റ്റ് ലിവറിലോട്ട് പോകും. കോ പൈലറ്റ് ഫ്ലൈ ചെയ്യുന്ന കൺട്രോൾ കോളത്തിലോട്ട് മാത്രമായിരിക്കും കൈവയ്ക്കുന്നത്. ഇനി ഈ ഒരു സിറ്റുവേഷൻ ഒരു V1 സ്പീഡ് എന്ന് പറയുന്ന ക്രിട്ടിക്കൽ എഞ്ചിൻ ഫെയിലിയർ സ്പീഡ് എന്ന് പറയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് അനൗൺസ് ചെയ്യും V1 സ്പീഡ്. കാരണം ഇതെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ടുണ്ട് ഇതിന് ടേക്ക് ഓഫിന് മുമ്പേ. അപ്പോൾ ആ V1 സ്പീഡ് വരുമ്പോഴത്തേക്ക് ഈ പൈലറ്റും ഈ ത്രസ്റ്റ് ലിവറിൽ നിന്ന് കൈ എടുക്കും. കാരണം അത് കഴിഞ്ഞാൽ നമുക്ക് ടേക്ക് ഓഫ് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. അഥവാ അത് ആരെങ്കിലും അങ്ങനെ ടേക്ക് ഓഫ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ എയർക്രാഫ്റ്റ് റൺവേയുടെ എൻഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് റൺവേ കഴിഞ്ഞ് പോകും. അപ്പോൾ അത് ക്രാഷ് ആവും. ഈ സമയത്ത് ഒരു എൻജിൻ ഫെയിൽ ആയാൽ പോലും നമ്മൾ ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പം എൻജിൻ അത്രയും പവറുണ്ട്. ഈ എയർക്രാഫ്റ്റിനെ ആക്സലറേറ്റ് ചെയ്ത് ടേക്ക് ഓഫ് ചെയ്ത് മുകളിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് ഒരു സീക്വൻസ് നടക്കുന്നത്. ഇപ്പോൾ ഏത് സമയത്ത് എൻജിൻ പിന്നെ എമർജൻസി വന്നാലും നമ്മളൊന്നും ചെയ്യത്തില്ല. നമ്മൾ ആദ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് കണക്ക് 3 കാര്യങ്ങളുണ്ട്: നാവിഗേറ്റ്, കമ്മ്യൂണിക്കേറ്റ്. അപ്പം നമ്മൾ ആദ്യത്തെ ഏവിഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യണം, ഫ്ലൈ ചെയ്യണം, എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. ഒരു എമർജൻസി വന്നതെന്ന് വെച്ചിട്ട് എയർക്രാഫ്റ്റ് ക്രാഷ് ആവാൻ പാടില്ല. നമ്മൾ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. അതാണ് ഏറ്റവും ആദ്യം ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തത് നാവിഗേറ്റ്. നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകേണ്ടത്, ആ എയർക്രാഫ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്യണം. ഓക്കെ, അത് ചെയ്യുക. മൂന്നാമത്തത് കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ എയർ ട്രാഫിക് കൺട്രോളിനെ അറിയിക്കുക, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്താണ് നടന്നതെന്നുള്ളത്. പക്ഷേ ഇതൊന്നും 400 അടി വരെ ചെയ്യില്ല. 400 അടി വരെ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നതായിരിക്കും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ 400 അടി കഴിഞ്ഞാൽ മാത്രമേ 2 പൈലറ്റ്സുമാരും നോക്കുകയുള്ളൂ എന്താണ് പ്രശ്നം. ഓക്കെ, ഒരു എഞ്ചിൻ ഫെയിലായി. ഓക്കെ, ഒരു പ്രശ്നമല്ല, ഒരു എഞ്ചിൻ ഫെയിൽ ആയതേ ഉള്ളൂ. അപ്പം അതുപോലെ നമ്മൾ നോക്കും എങ്ങനെ കണ്ടുപിടിക്കും ഒരു എഞ്ചിൻ ഫെയിലാണോ, അതോ ആ എഞ്ചിൻ സീസ് ചെയ്തോ, അതോ സ്റ്റോൾ ചെയ്തോ എന്നുള്ളത്. അപ്പം അതെല്ലാം അതിൻ്റെ N1 അല്ലെങ്കിൽ RPM വെച്ചിട്ടാണ് നമ്മൾ അറിയുന്നത്. ഒരു എഞ്ചിൻ ഫെയിൽ ആവുകയാണെങ്കിൽ വെറും ഫെയിലിയർ ആണ്, അതിന് ഫ്യൂൽ ഇല്ല, വെറും ഫെയിലിയർ ആണ്. അതിൻ്റെ എഞ്ചിൻ്റെ RPM വിൻഡ് മില്ലിംഗ് എന്ന് പറയും. അത് കറങ്ങിക്കൊണ്ടിരിക്കും കാറ്റിൻ്റെ ഗതി അനുസരിച്ച്. അപ്രോക്സിമേറ്റ്ലി 12 to 16% അത് RPM കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം വെറും ഒരു എയർക്രാഫ്റ്റ് നോർമൽ ഒരു ഫെയിലിയർ മാത്രമാണ്. അപ്പോൾ ആ എയർക്രാഫ്റ്റ് 1000 അടി 1000 ഫീറ്റ് ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. അതുവരെ കാരണം ഇതിനൊരു മെമ്മറി ഐറ്റം പോലും ഇല്ല ഒരു നോർമൽ എഞ്ചിൻ ഫെയിലിയർ. നേരെ മറിച്ച് അപ്പോൾ ഒരു എഞ്ചിൻ സീസർ എന്ന് പറയുന്നു. അപ്പം ലെറ്റ്സ് സേ അതിനകത്ത് ഫോറിൻ ഓബ്ജക്റ്റ് ഡാമേജ് വന്നു, അപ്പം എഞ്ചിൻ്റെ ബ്ലേഡൊക്കെ പൊട്ടി, അപ്പം ആ എഞ്ചിന് കറങ്ങാൻ പറ്റില്ല.
അപ്പം എന്താ പറ്റുന്നത് വെച്ചാൽ ആ എഞ്ചിൻ്റെ RPM 0 ആയിട്ട് മാറും. അതൊരു എഞ്ചിൻ സീസറാണ്, അതൊരു ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. കാരണം ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഫ്യൂവൽ വരികയാണ്, ഇപ്പോൾ ഫയർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എഞ്ചിൻ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം. ആ സിറ്റുവേഷനിൽ പോലും നമ്മൾ 400 അടി വരെ ഒന്നും ചെയ്യില്ല. 400 അടി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നോക്കുന്നത്, ഓക്കെ എഞ്ചിൻ ഫെയിലായി, എഞ്ചിൻ സീസായോ. അപ്പോൾ എഞ്ചിൻ സീസായാണെങ്കിൽ ആ എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പൈലറ്റ്സ് നോക്കുന്ന ഒരു കാര്യമാണ്, ഒരു വിധത്തിലും ലൈവായിട്ടുള്ള എഞ്ചിൻ ഷട്ട് ഓഫ് ചെയ്യരുത്. അപ്പോൾ അതിനു വേണ്ടി ഒരു പ്രൊസീജിയറുണ്ട്, ചലഞ്ച് ആൻഡ് റെസ്പോണ്ട് പ്രൊസീജിയർ. അപ്പം നമുക്കൊരു ഉദാഹരണം എടുക്കാം, ലെഫ്റ്റ് എഞ്ചിനാണ് ഫെയിലായെന്നുള്ളത്. അപ്പം ആദ്യം നമ്മൾ അതിൻ്റെ ഓട്ടോ ത്രോട്ടിൽ സ്വിച്ച് കട്ട് ഓഫ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ത്രസ്റ്റ് ലിവർ പുറകോട്ടാക്കി കഴിഞ്ഞാൽ ഓട്ടോ ത്രോട്ടിൽ ആണെങ്കിൽ വീണ്ടും അത് മുമ്പോട്ട് പോകും. അപ്പോൾ പൈലറ്റ് മോണിറ്ററിങ്, പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, പൈലറ്റ് മോണിറ്ററിങ് പറയും ലെഫ്റ്റ് എഞ്ചിൻ ഓട്ടോ ത്രോട്ടിൽ ആം സ്വിച്ച് കൺഫേം എന്ന് വെച്ച് എന്നിട്ട് ആ സ്വിച്ചിൽ മാത്രം കൈവയ്ക്കും. അപ്പം പൈലറ്റ് ഫ്ലൈങ് അത് നോക്കും, ഇത് കറക്റ്റ് എഞ്ചിനാണോ, ഓക്കെ ഇസ് ഈസ് കൺഫേംഡ് ഓഫ്, അപ്പം ഈ സ്വിച്ച് ഓഫ് ചെയ്യും. അത് കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് ഈ പൈലറ്റ് മോണിറ്ററിങ് പറയും ലെഫ്റ്റ് ത്രസ്റ്റ് ലിവർ കൺഫേം, കൈ അവിടെ വയ്ക്കും. ക്യാപ്റ്റൻ പറയും ഓർ പൈലറ്റ് ഫ്ലൈങ് പറയും കൺഫേം ടു ഐഡിൽ, അത് പതുക്കെ താഴെ കൊണ്ടുവരും. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച്. അവിടെയും അദ്ദേഹം കൈ അതിൽ വെച്ചിട്ട് പറയും ലെഫ്റ്റ് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് കൺഫേം കട്ട് ഓഫ്. അപ്പോൾ ക്യാപ്റ്റൻ അതും നോക്കും, കാരണം റൈറ്റ് ഫ്യൂവൽ എഞ്ചിൻ അപ്പം ചെയ്യുകയാണെങ്കിൽ റൈറ്റ് എഞ്ചിനും പോകും. അപ്പം അതെല്ലാം ചലഞ്ച് ആൻഡ് റെസ്പോൺസ് ആണ്. അപ്പം അതേ പറഞ്ഞു ഓക്കെ കൺഫേം കട്ട് ഓഫ്. അപ്പോൾ ഈ ഒരു സീക്വൻസ് ആണ് നടക്കുന്നത് ഒരു ഫുൾ ഇതിൽ. അപ്പം ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് എപ്പോൾ കട്ട് ഓഫ് ചെയ്യുമെന്നുള്ളൊരു ആൻസറാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു പ്രശ്നം വരുന്നത് ഡബിൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ, ഒരു ഡബിൾ എഞ്ചിൻ ഫെയിലിയർ വന്നാൽ അതൊരു റിയാക്ട് എമർജൻസിയാണ്. അതിൻ്റെ ഇപ്പം നേരത്തെ പറഞ്ഞത് മെമ്മറി ഐറ്റമാണ്, ഒരു ചെക്ക് ലിസ്റ്റ് നമ്മൾ റെഫർ ചെയ്യത്തില്ല. അതുപോലെ ഇതിനും നമുക്ക് മെമ്മറി ഐറ്റം ഉണ്ട്. ആ മെമ്മറി ഐറ്റം രണ്ട് കാര്യങ്ങളാണ്, ബോത്ത് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചസ് കട്ട് ഓഫ് ആൻഡ് റൺ എന്ന് വെച്ചാൽ ഈ രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചും കട്ട് ഓഫ് ചെയ്യണം, തിരിച്ച് റൺ ചെയ്യണം. എന്നാൽ മാത്രമേ ആ ഫാഡക്ക് കട്ടായ എഞ്ചിൻ്റെ റീലൈറ്റിന് വേണ്ടി ഫാഡക്ക് ട്രൈ ചെയ്യുള്ളൂ. അതുപോലെ അത് കഴിഞ്ഞാൽ റാമേറ്റർമൈൻ ഓൺ, ഹോൾഡ് ഇറ്റ് ഫോർ 1 സെക്കൻഡ്. അപ്പം ഇതെല്ലാം മെമ്മറി ഐറ്റംസ് ആണ്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പം ഈ എമർജൻസി സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാം. ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എപ്പോഴൊക്കെ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യണം. ഈ പൈലറ്റുമാർക്കല്ലാതെ മൂന്നാമതൊരാൾക്ക് ഫ്യൂവൽ സ്വിച്ച് നിയന്ത്രിക്കാൻ സാധിക്കുമോ? കാരണം ചിലർ അത്തരത്തിൽ സംശയങ്ങൾ പറയുന്നുണ്ട്, മൂന്നാമതൊരാളുടെ സാന്നിധ്യം സംശയിക്കണമെന്നൊക്കെ. അതിനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? മൂന്നാമതൊരാൾക്ക് ഇന്ധന സ്വിച്ചിൽ തൊടാൻ പറ്റത്തില്ല, പക്ഷേ എഞ്ചിൻ കട്ട് ചെയ്യാൻ പറ്റും. അതാണ് ബോയിങ്ങിൻ്റെ ഈ പുതിയ ഫിലോസഫി വെച്ചുള്ള ഫാഡക്ക്. അപ്പോൾ ഇഞ്ചിനെ സ്വിച്ചിൽ തൊടുന്ന എന്തിനാണെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ എഞ്ചിൻ കട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എഞ്ചിൻ റൺ ചെയ്യാൻ. അല്ലാതെ ആരും പിന്നെ എഞ്ചിൻ തൊടുക പോലുമില്ല. ആ ഒരു സ്ഥലമേ നമ്മൾ നോക്കില്ല. അതാണ് നോർമൽ ഒരിത്. പക്ഷേ ആ എയർക്രാഫ്റ്റ് എഞ്ചിൻ്റെ കട്ട് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എഞ്ചിൻ ഈ സ്വിച്ച് വെച്ചിട്ട് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം പൈലറ്റ് അറിയാതെ പോലും അത് ഫാഡക്കിന് ചെയ്യാം. അതാണ് ഒരു മേജർ ചേഞ്ച് ഈ ബോയിങ് 787-ൽ. ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, എയർബസ് ഈ ഇത് ഫോളോ ചെയ്യത്തില്ല. എയർബസിൻ്റെ കാര്യത്തിൽ പൈലറ്റാണ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, പൈലറ്റ് സ്വിച്ച് ഓഫ് ചെയ്താലേ എഞ്ചിൻ ഷട്ട് ഡൗൺ ആവുകയുള്ളൂ. സോ ഒരു പോളിസി ഡിഫറൻസ്. സാർ, പ്രധാനമായിട്ടുള്ള മറ്റൊരു സംശയം, ബോയിങ് 787 വിമാനത്തിൽ എത്ര പൈലറ്റുമാരാണ് സാധാരണ വേണ്ടത്? ഓക്കെ, ഈ ഒരു ചോദ്യത്തിന് ഉത്തരം, എല്ലാ എയർക്രാഫ്റ്റും ഒരു സമയത്ത് 2 പൈലറ്റ്സ് മാത്രമേ കാണുകയുള്ളൂ. ഞാൻ ഇത് പറഞ്ഞത് ഒരു സമയത്ത്. പക്ഷേ എത്ര പൈലറ്റ്സ് ഒരു എയർക്രാഫ്റ്റിൽ വേണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് എത്ര സമയം ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ലൈക്ക് ബോയിങ് 787 എന്ന് പറയുന്ന എയർക്രാഫ്റ്റ് ഒരു ലോങ് റേഞ്ച് എയർക്രാഫ്റ്റാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ലോങ് റേഞ്ച് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്? കാരണം ഇതിന് 14 മണിക്കൂർ വരെ ഫ്ലൈ ചെയ്യാം. ഈ 787-800 എയർക്രാഫ്റ്റ് 14 മണിക്കൂർ വരെ ഫ്ലൈ ചെയ്യാൻ ഉള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ലോങ് റേഞ്ച് എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്.
അപ്പം ഒരു 10 മണിക്കൂർ ഒരു 8 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ഒരു സെക്ടർ ആണെങ്കിൽ അതിനകത്ത് 2 പൈലറ്റ് മതി. നേരെ മറിച്ച് ഒരു 10 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന സെക്ടർ ആണെങ്കിൽ 3 പൈലറ്റ്സ് വേണം. ഓക്കെ, ഇനി ഇപ്പം ഞാൻ ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന ബോയിങ് 777 അത് 18-20 മണിക്കൂർ വരെ ഫ്ലൈ ചെയ്യാൻ കഴിവുള്ള ഒരു എയർക്രാഫ്റ്റാണ്. അതിനകത്ത് നമ്മൾ 14 മണിക്കൂറിൽ കൂടുതൽ ഫ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് 4 പൈലറ്റ്സ് വേണം. അതായത് 2 ക്യാപ്റ്റൻസും 2 ഫസ്റ്റ് ഓഫീസേഴ്സും. പക്ഷെ ഒരു സമയം എപ്പോഴും 2 പൈലറ്റ്സ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുള്ളൂ. പിന്നെ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ് സമയത്ത് ഈ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന എത്ര പൈലറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ 3 പൈലറ്റ്സ് ആണെങ്കിൽ ഈ 3 പൈലറ്റ്സും കോക്പിറ്റിൽ കാണും, ഫ്ലൈറ്റ് ഡെക്കിൽ കാണും. 4 പൈലറ്റ്സ് ആണെങ്കിൽ 4 പൈലറ്റ്സും ഫ്ലൈറ്റ് ഡെക്കിൽ കാണും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഫ്ലൈ ചെയ്യുന്ന എപ്പോഴും 2 പേരായിരിക്കും. അവർ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത 2 പേരും വന്ന് ഫ്ലൈ ചെയ്യും. ഇപ്പം ഞങ്ങൾ അൾട്രാ ലോങ് ഫ്ലൈറ്റ് 18 hours ഒക്കെ ഫ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ 4 പേരും ആദ്യം ടേക്ക് ഓഫിൻ്റെ സമയത്ത് കോക്പിറ്റിൽ കാണും. ഞങ്ങളുടെ കോക്പിറ്റിൽ 4 സീറ്റ്സ് ഉണ്ട്, 2 സീറ്റ് പുറകിൽ. ഓക്കെ, അപ്പോൾ അവിടെ അവർ ഒബ്സർവേഴ്സ് ആയിട്ടിരിക്കും. നമ്മൾ ഫ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ക്രൂസ് ഓൾട്ടിറ്റ്യൂഡിലെത്തും. ആ ക്രൂസ് ഓൾട്ടിറ്റ്യൂഡ് എത്തിക്കഴിയുമ്പോഴത്തേക്കും ആരാണോ അന്ന് ആദ്യം റെസ്റ്റ് ചെയ്യുന്ന ഡിസൈഡിലുള്ള അവർ പോയി റെസ്റ്റ് ചെയ്യും. മറ്റേ 2 പേരും ഫ്ലൈ ചെയ്യും. ഒരു 7-8 മണിക്കൂർ അവർ ഫ്ലൈ ചെയ്യും. ബാക്കിയുള്ളവർ ഇത്രയും സമയം ഉറങ്ങിയുള്ളവർ അവർ തിരിച്ചു വരും. അവർ വന്നിട്ട് അടുത്ത 8 മണിക്കൂർ എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യും. മറ്റവർ പോയി കിടന്നുറങ്ങും. പിന്നെ ക്യാപ്റ്റൻ ഓഫ് ദ എയർക്രാഫ്റ്റ് ആരാണോ, ഓക്കെ, അദ്ദേഹമായിരിക്കും ആ എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ 2 ക്യാപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഒരു സെക്ടറിൽ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ എയർക്രാഫ്റ്റ് ആയിരിക്കും. തിരിച്ചു വരുന്ന സമയത്ത് മറ്റേ ക്യാപ്റ്റൻ ആയിരിക്കും ക്യാപ്റ്റൻ ഓഫ് ദ എയർക്രാഫ്റ്റ്. അങ്ങനെയാണ് എത്ര പൈലറ്റ്സ് ഉണ്ടെന്ന് നോക്കുന്നത്, എത്ര അവേഴ്സാണ് ആ സെക്ടറിൽ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടാണ്. ഈ ഒരു കേസിലും അഹമ്മദാബാദ് ഗാറ്റ്വിക്, ഓക്കെ, അഹമ്മദാബാദ് ഗാറ്റ്വിക് ലോട്ട് പോകുന്ന എയർക്രാഫ്റ്റ് ആയിരുന്നു. സാധാരണ ഇത് കാരണം ആ സമയത്ത് ഇത് നടന്ന സമയത്ത് ഗൾഫിൽ ഇസ്രയേൽ ഹമാസ് വാറും ഇറാൻ ഇതൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. ആ സമയത്ത് ഇവർക്ക് ഒരു ലോങ്ങർ റൂട്ടാണ് പോകേണ്ടത്. കാരണം ഒമാനൊക്കെ വഴി താഴെ കൂടെയൊക്കെ പിന്നെ അറേബ്യൻ സീ വഴി കയറി പിന്നെ അറ്റ്ലാന്റിക് മെഡിറ്ററേനിയൻ സീ ആ വഴിയൊക്കെയായിരുന്നു അവർക്ക് പോകേണ്ടിയിരുന്നത്. അപ്പം ആ സമയത്ത് ഇവർക്ക് 9.5 to 10 hours ഫ്ലൈറ്റ് ഡ്യൂറേഷൻ വരും. അങ്ങനെ ഉള്ള സമയത്ത് 3 പൈലറ്റ്സ് ആണ് സാധാരണഗതിയിൽ ഫ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു ഫ്ലൈറ്റിൽ 2 പൈലറ്റും ഉണ്ടായിരുന്നുള്ളൂ. മേ ബി പൈലറ്റ് ഷോർട്ടേജ് കാരണം അവരൊരു പിന്നെ ഡിസ്പെൻസേഷൻ വല്ലതും DGC എന്നെടുത്ത് കാണും, അത് നമുക്കറിയില്ല. സാധാരണഗതിയിൽ 3 പൈലറ്റ്സ് വരേണ്ടതാണ് ഈ ഒരു ഫ്ലൈറ്റിൽ. വിമാനം പറന്നുയർന്ന വേഗം, ഫ്ലാപ്പ് ക്രമീകരണം എന്നിവ തൃപ്തികരമായിരുന്നിട്ടും എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നുവെങ്കിൽ അതിനുള്ള കാരണം എന്തായിരിക്കും? ഫ്ലാപ്പും എഞ്ചിനും രണ്ടും ടോട്ടലി ഡിഫറെൻറ്റ് 2 സിസ്റ്റമാണ്. ഓക്കെ, ഫ്ലാപ്പ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന് ലിഫ്റ്റ് കൊടുക്കുന്ന ഒരു പിന്നെ എക്യുപ്മെൻ്റാണ്. അപ്പം എന്തുകൊണ്ട് എയർക്രാഫ്റ്റിന് ലിഫ്റ്റ് വേണ്ടി വരും? കാരണം ടേക്ക് ഓഫ് സമയത്തും ലാൻഡിങ് സമയത്തും എയർക്രാഫ്റ്റിന് കൂടുതൽ ലിഫ്റ്റ് വേണം. കാരണം സ്പീഡ് കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ കൂടുതൽ ലിഫ്റ്റാണ് എയർക്രാഫ്റ്റിന് ആവശ്യം. എഞ്ചിൻ എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിന് ത്രസ്റ്റ്, അതായത് പവർ കൊടുക്കുന്ന ഒരു പിന്നെ സിസ്റ്റമാണ്. സാധാരണഗതിയിൽ 4 പിന്നെ ഫോഴ്സസ് ആണ് ഒരു എയർക്രാഫ്റ്റിൽ ഉണ്ടാകുന്നത്. അതായത് ലിഫ്റ്റ്, ഡ്രാഗ്, ത്രസ്റ്റ് ആൻഡ് വെയിറ്റ്. ഓക്കെ, അപ്പം ഒരു എയർക്രാഫ്റ്റ് സാധാരണഗതിയിൽ ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ലെറ്റ്സ് സേ ഒരു അൺആക്സിലറേറ്റഡ് ഫ്ലൈറ്റ് അത് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 4 ഫോഴ്സസ് ആയിരിക്കും അതിനകത്ത് ആക്ട് ചെയ്യുന്നത്. ലിഫ്റ്റ് എന്ന് പറയുന്ന ഫോഴ്സ് എയർക്രാഫ്റ്റിന് അതിന് മുകളിലോട്ട് പോയി കൊണ്ടുപോകാനുള്ള ഇത്. വെയിറ്റ് നേരെ താഴോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ലിഫ്റ്റും വെയിറ്റും ഈക്വൽ ആണെങ്കിൽ ഈ എയർക്രാഫ്റ്റ് സ്റ്റഡി ആയിട്ട് ഫ്ലൈ ചെയ്യും. അതേപോലെ ത്രസ്റ്റ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും, ഡ്രാഗ് എന്ന് പറയുന്നത് എയറിൻ്റെ ഫ്രിക്ഷൻ. അപ്പോൾ അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ എയർക്രാഫ്റ്റ് ഒരു സ്റ്റഡി ലെവലിൽ ഫ്ലൈ ചെയ്ത് പോകുള്ളൂ. അപ്പം ത്രസ്റ്റ് ഇസ് ഈക്വൽ ടു ഡ്രാഗ്, ലിഫ്റ്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ്. അപ്പോൾ ഈ 4 ഫോഴ്സസും ഒരു എന്താ പറയുന്നത് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അപ്പോൾ സാധാരണ ഒരു ചോദ്യം വരും, എല്ലാ 4 ഫോഴ്സും ഇക്വിലിബ്രിയം ആണെങ്കിൽ എങ്ങനെ എയർക്രാഫ്റ്റ് മുമ്പോട്ട് പോകുന്നു? ഞാനും ഇതേ സംശയം മനസ്സിൽ ഓർത്തതാണ് സാർ. അതെ, അതാണ് അതിന് ബേസിക് നമ്മുടെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ഇറ്റ് സേസ്
every body continues to be in uniform rectilinear motion unless acted upon by an external force. ഓക്കെ, അപ്പം നമ്മുടെ ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലാത്തടത്തോളം കാലം ഈ എയർക്രാഫ്റ്റ് അതേ സ്പീഡിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പെട്ടെന്നൊരു ഒരു വിൻഷിയർ വന്നു, അല്ലെങ്കിൽ ഒരു വിൻ ചേഞ്ച് വന്നു, അതൊരു എക്സ്റ്റേണൽ ഫോഴ്സാണ്. ആ സമയത്ത് എയർക്രാഫ്റ്റിനെ പെട്ടെന്നൊന്ന് ചിലപ്പോൾ പൊക്കി ചെയ്താൽ വരും. നമ്മൾ പറയുന്നത് ഇക്വിലിബ്രിയത്തിലോട്ട് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റിന് എന്താണ് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ഒരു ഇത് വേണം. അത് ബേസിക് ലോസ് ഓഫ് ഫിസിക്സ്. അപ്പോൾ ഈ ബേസിക്കലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്, ത്രസ്റ്റും ഫ്ലാപ്പും ആയിട്ട്, എഞ്ചിനും ഫ്ലാപ്പുമായിട്ട് രണ്ടും ഡിഫറെൻറ്റ് കാര്യങ്ങളാണ്. അഹമ്മദാബാദ് വിമാനാപകടത്തിലെ സുമിത് സബർവാളുമായി അടുത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണല്ലോ താങ്കൾ. മുൻ എപ്പിസോഡിൽ സാർ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചതുമാണ്. പൈലറ്റ് എന്ന നിലയിൽ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം? അതുമാത്രമല്ല, അദ്ദേഹത്തിന് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് വാർത്ത പരക്കുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ട്? ഓക്കെ, ഞാൻ 2006 ഞാൻ മുംബൈയിൽ പവായ് എന്ന സ്ഥലത്ത് ഈ സുമിത് സബർവാൾ താമസിക്കുന്ന ബിൽഡിങ്ങിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അതുവരെ അതിന് മുമ്പേ വേറൊരു സ്ഥലത്തായിരുന്നു. അപ്പം ഞാൻ ചെന്ന് താമസിച്ചത് അന്ന് എനിക്ക് കിട്ടിയ ഒരു ക്വാർട്ടേഴ്സ് അല്ല, ഒരു വീട് 9th ഫ്ലോറിലായിരുന്നു. അതേ ബിൽഡിങ്ങിലായിരുന്നു. അതേ 9th ഫ്ലോറിലാണ് സുമിത് സബർവാളും ഫാമിലിയും താമസിച്ചിരുന്നത്. അപ്പം സുമിത് സബർവാളിൻ്റെ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് കല്യാണം കഴിച്ച് സെപ്പറേറ്റഡായി, പെട്ടെന്ന് സെപ്പറേറ്റഡായി. ഓക്കെ, അപ്പം അദ്ദേഹത്തിൻ്റെ അമ്മയും എൻ്റെ വൈഫും എപ്പോഴും ഞങ്ങളൊക്കെ ഫ്ലൈ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവരൊറ്റയ്ക്കായിരിക്കും. അവർ അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും മീറ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് ഡിവോഴ്സായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് മാനസികമായി ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി. നമ്മൾ പറയുന്നത് 2006 ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് 20ഓളം വർഷങ്ങൾ കഴിഞ്ഞ് ഫ്ലൈ ചെയ്തുകൊണ്ടിരുന്ന 10,800 മണിക്കൂർ ഫ്ലൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാനസിക രോഗമുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിന് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു ചെക്ക് പൈലറ്റും കൂടെ ആണ് എയർ ഇന്ത്യയിൽ. ഒരു മാനസികമായിട്ട് എന്തെങ്കിലും ഉള്ള ഒരാൾ കമ്പനി ചെക്ക് പൈലറ്റായിട്ട് വയ്ക്കുമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഓക്കെ, പിന്നെ മാനസികമായിട്ടുള്ളൊരു ആണെന്ന് അറിയാമെങ്കിൽ അദ്ദേഹം ഫ്ലൈ പോലും ചെയ്യത്തില്ല. അപ്പോൾ അതൊരു ടോട്ടലി ഡിഫറെൻറ്റ് ഇതാണ്. പിന്നെ ഒരു കാര്യം കൂടി, ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തതെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 2 എഞ്ചിനും റീലേറ്റ് ചെയ്യുന്നത്? അപ്പം അത് പിന്നെ കോ പൈലറ്റാണ് ആ എഞ്ചിൻ 2ഉം റീലേറ്റ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് അത് വീണ്ടും സ്വിച്ച് ഓഫ് ചെയ്യാമായിരുന്നല്ലോ. അപ്പോൾ അദ്ദേഹം അത് ചെയ്തില്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം, ഈ പൈലറ്റ്സ് 2 പേരും ഈ എയർക്രാഫ്റ്റിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അപ്പം ഈ പറയുന്ന റിപ്പോർട്ട് കംപ്ലീറ്റ് ആയിട്ട് റോങ് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നു? അപ്പം ഞാനൊരു സിമ്പിൾ ഒരു ഇത് പറയാം. അദ്ദേഹത്തിന് ഈ എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുക്കുമോ? തീർച്ചയായും ഇല്ല. അദ്ദേഹം പറയുമ്പോൾ ഞാൻ തന്നെ ഫ്ലൈ ചെയ്ത് കൊണ്ട് എയർക്രാഫ്റ്റ് ഇടിച്ചാൽ പോരെ. ഒരു പൈലറ്റോ കോ പൈലറ്റോ വിചാരിച്ചാൽ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യാൻ തീർച്ചയായും സാധിക്കും. അത് തടയാൻ ആർക്കും പറ്റില്ല. ഇപ്പം ഞാനൊരു പൈലറ്റാണ്, ഞാൻ ഒരു എയർക്രാഫ്റ്റ് ക്രാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എൻ്റെ കോ പൈലറ്റ് വിചാരിച്ചാൽ പോലും എനിക്കത് ക്രാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ ക്യാപ്റ്റനാണ്, എൻ്റെ കോ പൈലറ്റ് ഒരു ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ എനിക്ക് പോലും തടയാൻ പറ്റത്തില്ല. കാരണം ഫ്ലൈങ് അങ്ങനത്തെ ഒരു ഇതാണ്. ഒരു ക്രിട്ടിക്കൽ മൂവ്മെൻറ്റിൽ പെട്ടെന്നൊരു എയർക്രാഫ്റ്റ് ഇത് പിടിച്ച് പിന്നെ സൈഡിലോട്ടാക്കിയാൽ മതി ആ എയർക്രാഫ്റ്റ് അത് ക്രാഷ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ ഒരു ഇൻസിഡൻറ്റ് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുത്തു. ഓക്കെ, ടേക്ക് ഓഫ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തു. ഞാനൊരു പൈലറ്റ് ആയതുകൊണ്ട് എനിക്കറിയാം, ചില പൈലറ്റ്സുമാരൊന്നും കോ പൈലറ്റിന് ഫ്ലൈ ചെയ്യാൻ കൊടുക്കില്ല. കാരണം അവർക്ക് കോൺഫിഡൻസ് കുറവാണ്. ഓക്കെ, അവർക്ക് അവരിൽ തന്നെ കോൺഫിഡൻസ് കുറവുകൊണ്ടായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അവർ കോ പൈലറ്റ് ഫ്ലൈങ് കൊടുക്കാത്തത്. കാരണം ഒരു കോൺഫിഡൻസ് ഉള്ള പൈലറ്റ് ആണെങ്കിൽ ഓക്കെ, ഒരു കോ പൈലറ്റ് ഫ്ലൈങ് കൊടുത്തു, അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ തെറ്റ് തിരുത്തി ആ എയർക്രാഫ്റ്റിനെ വീണ്ടും സ്റ്റഡിയാക്കി ഫ്ലൈ ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടെന്നുള്ള ഒരു മനോധൈര്യം എനിക്കുണ്ടാകണം. എന്നാൽ മാത്രമേ ഞാൻ എൻ്റെ കോ പൈലറ്റ്സിന് ഫ്ലൈങ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം
ആ കോ പൈലറ്റിന് ഫ്ലൈങ് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് കാണിക്കുന്നത്. ഈ പൈലറ്റ് എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് കൺട്രോൾ ചെയ്യും. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ചെക്ക് പൈലറ്റും കൂടെയാണ് അദ്ദേഹം. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഫ്ലൈറ്റ് ഓക്കെ ഒരു 3 സെക്കൻഡ് കഴിഞ്ഞ് ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ആസ് പെർ ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ ഇതിലാണ് ഞാൻ സംസാരിക്കുന്നത്. ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് 2 ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ആണോ വാൽവ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കില്ല, 2 എഞ്ചിനും ഷട്ട് ഡൗൺ ആകുന്നു. അപ്പോൾ അത് അപ്രോക്സിമേറ്റ്ലി ഒരു 150 ഫീറ്റ് 3 സെക്കൻഡ് ആകുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 100 to 150 ഫീറ്റ് ഹൈറ്റിലാണ് ഇത് പോകുന്നത്. ഓക്കെ, അതൊന്നും ഈ പിന്നെ ഇതിൻ്റെ ഇൻഫോർമേഷൻ ഇല്ല. അതാണ് നേരത്തെ പറഞ്ഞ കണക്ക് ഇതൊരു റോഡ് ആക്സിഡൻറ്റ് റിപ്പോർട്ടാണോ ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് റിപ്പോർട്ടാണോ എന്ന് പറയാം. കാരണം പിന്നെ ഒരു 3 ഡയമെൻഷണൽ ടേക്ക് ഓഫ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ഹൈറ്റിൻ്റെ ഇത് ചെയ്യാത്ത ഒരു റിപ്പോർട്ടിന് ഒരു വാല്യൂ ഇല്ലെന്നാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഏത് ഹൈറ്റ് ആണെന്നുള്ളത് എനിക്ക് അപ്രോക്സിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഒരു 100 to 150 ഫീറ്റ് ആയ സമയത്താണ് ഇവർ ഈ 2 എഞ്ചിനും സ്പൂൾ ഡൗൺ ചെയ്ത് താഴോട്ട് വന്നത്. അപ്പോൾ ആ സമയത്ത് കോ പൈലറ്റ് ഫ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ക്യാപ്റ്റൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ക്യാപ്റ്റനാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് 2 എഞ്ചിനും താഴോട്ട് ഈ ക്രിട്ടിക്കൽ ഹൈറ്റിൽ ഫെയിലായിട്ട് ആദ്യം നമ്മളെ സൗണ്ടിലാണ് ഇത് അറിയുന്നത്. എഞ്ചിൻ്റെ സൗണ്ട് വൈൻഡ് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ പൈലറ്റ് പെട്ടെന്ന് പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൈലറ്റ് പെട്ടെന്ന് എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ 2 എഞ്ചിനും താഴോട്ട് വരുന്നു. അപ്പം ഞാനാണെങ്കിൽ പോലും ഫസ്റ്റ് റിയാക്ഷൻ ഇതാണ്, എൻ്റെ കൈ നേരെ ഫ്യൂൽ കൺട്രോൾ സ്വിച്ചിലോട്ട് പോകും. കാരണം എനിക്കറിയാം ഈ എഞ്ചിൻ റീലൈറ്റ് ചെയ്തിടണമെങ്കിൽ ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് ഞാൻ കട്ട് ഓഫ് ചെയ്യുകയും തിരിച്ചിടുകയും വേണം. അതാണ് നമ്മുടെ ഫസ്റ്റ് മെമ്മറി ഐറ്റം. ഇതൊരു ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഓക്കെ, അപ്പം ഇമാജിൻ ആ സമയത്ത് ക്യാപ്റ്റൻ സബർവാളിൻ്റെ കൈ പെട്ടെന്ന് ഇതിലോട്ട് പോകും. കാരണം അത് കട്ട് ഓഫ് ചെയ്ത് ഇത് ചെയ്യാം. കാരണം 2 എഞ്ചിൻ ഫെയിലായിട്ടൊരു സമയമാണ്. ഇതേ സമയം നമ്മൾ കോ പൈലറ്റിൻ്റെ കാര്യം നോക്കുക. കോ പൈലറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അദ്ദേഹം കാണുന്ന 2 എഞ്ചിനും കട്ട് ഓഫ് ആവുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് മുമ്പിൽ നോക്കി എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യണം. അപ്പോൾ പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരിഫറൽ വ്യൂവിൽ അദ്ദേഹം കാണുന്നു ക്യാപ്റ്റൻ്റെ കൈ എഞ്ചിൻ ഫ്യൂൽ സ്വിച്ചിലോട്ട്. അപ്പോൾ അദ്ദേഹം തിരിഞ്ഞു നോക്കാനും ചോദിക്കുന്നു, വൈ ഡിഡ് യു കട്ട് ഓഫ് എന്ന് ചോദിക്കും നാച്ചുറലായിട്ട്. കാരണം അദ്ദേഹം വിചാരിക്കുന്ന ക്യാപ്റ്റൻ ഇത് കട്ട് ഓഫ് ചെയ്ത്. പക്ഷേ ക്യാപ്റ്റൻ്റെ കൈ അതിലോട്ട് പോയത് അത് റീസൈക്കിൾ ചെയ്ത് എഞ്ചിൻ റീലൈറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു, നോ ഐ ഡിഡ്ന്റ് കട്ട് ഇറ്റ് ഓഫ്. പക്ഷേ അങ്ങനെ ഒരു ചലഞ്ച് കോപ്പൈലറ്റ് പറയുമ്പോൾ ക്യാപ്റ്റൻ ഒന്ന് നടക്കും. ഹേ വാട്ട് ഇസ് ദിസ്, ഐ വാസ് ട്രൈങ് ടു ഡു ദിസ്, വൈ ഈസ് ഹി ആസ്കിങ് മീ. അപ്പോൾ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ക്യാപ്റ്റൻ ചിലപ്പോൾ കൈ തിരിച്ചെടുത്ത് കാണും. പിന്നെ പറയുന്നത് 10 സെക്കൻഡ് കഴിഞ്ഞിട്ട് അപ്പോൾ 2 പേരും മനസ്സിലായി, 2 എഞ്ചിനും ഇത് ചെയ്തു. ഓക്കെ, നോ വി ഹാവ് ടു പുട്ട് ഈ ഫ്യൂൽ കൺട്രോൾ സ്വിച്ച് കട്ട് ഓഫ് ടു റൺ. ഓക്കെ, അവർ 2 ഫ്യൂൽ സ്വിച്ചും കട്ട് ഓഫ് ആൻഡ് റൺ ചെയ്തു. അതായിരിക്കണം ഇവിടെ സംഭവിച്ചത്. അതിനെ വളച്ചൊടിച്ച് ക്യാപ്റ്റൻ ഇത് കട്ട് ഓഫ് ചെയ്തു ചെയ്തു എന്ന് മനുഷ്യർക്ക് തോന്നിക്കുന്ന വിധത്തിൽ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ക്യാപ്റ്റൻ ആ ഫ്ലൈറ്റ് ക്രാഷ് ചെയ്യണമെങ്കിൽ ലോകത്ത് ആര് വിചാരിച്ചാലും പറ്റില്ല, അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം വെറുതെ ആ എയർക്രാഫ്റ്റിനെ പിടിച്ചൊന്ന് തിരിച്ചാൽ മതി. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിനും ഇതും കട്ട് ഓഫ് ചെയ്യുന്നതൊന്നും കാര്യമില്ല. ആ കൺട്രോൾ കോളം പിടിച്ചൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് നേരെ തലമുത്തന്നെ മറിഞ്ഞ് അവിടെ താഴെ വീഴും. അപ്പം ഇങ്ങനെ ഒരു ഇത് പറയുന്നത് വിഡ്ഢിത്തരമാണ് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് വളരെ വളരെ ദുരൂഹതയുണ്ടാവും. കാരണം ബോയിങ് കമ്പനിക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഈ ആക്സിഡൻറ്റ് നടന്നത് ഒരു 3rd റീസൺ, അതായത് കമ്പനിയുടെ പ്രശ്നമല്ല, എയർക്രാഫ്റ്റിൻ്റെ പ്രശ്നമല്ല എന്ന് കാണിച്ചാൽ മാത്രമേ മതിയാവുള്ളൂ. അതിനുവേണ്ടി അവർ പണം വാരിക്കോരി എറിയും, അവരെന്ത് വേണമെങ്കിലും ചെയ്യും. കാരണം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബോയിങ് കമ്പനി വിൽ ബിക്കം ഹിസ്റ്ററി. വളരെയധികം നന്ദി സാർ. ഈ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ആദ്യമായി പുറത്തു വന്ന റിപ്പോർട്ടിലെ പല സംശയങ്ങളും സാറ് ദൂരീകരിച്ചു തന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ പുറത്തു വരും. അപ്പോഴും സാറും ചർച്ചയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.